ഇപ്പോൾ വി.ടി. ബൽറാം കെ.പി.സി.സി ഉപാധ്യക്ഷൻ ശ്രീ വി.ടി. ബൽറാം ഇപ്പോൾ മുഖ്യമന്ത്രിക്കും വീണ വിജയനും മാത്യു കുഴൽനാടൻ്റെ റിവിഷൻ ഹർജിയിൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും അങ്ങനെയുള്ള നടപടിയിലേക്ക് തന്നെയാണല്ലോ കടക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഇത് സംബന്ധിച്ച് നേരത്തെ ശ്രീ മാത്യു കുഴൽനാടൻ വിജിലൻസ് കോടതിയിൽ പരാതി കൊടുത്തപ്പോൾ ആ വിജിലൻസ് കോടതിയുടെ വിധി സത്യത്തിൽ അങ്ങേയറ്റം ആശ്ചര്യകരമായിരുന്നു. ഒരിക്കലും അങ്ങനെയുള്ള ഒരു വിധി ആരും പ്രതീക്ഷിച്ചല്ല. കാരണം ഇതിൽ പ്രഥമ ദൃഷ്ട്യാ എന്തൊക്കെയോ ക്രമക്കേടുണ്ട് എന്നുള്ളത് ഏതൊരാൾക്കും ബോധ്യമാകുന്ന കാര്യമാണ്. മുഖ്യമന്ത്രി ആയിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ഒരു കമ്പനിയിൽ നിന്ന് പണം വരുന്നു, അദ്ദേഹത്തിന്റെ മകൾക്ക് പണം വരുന്നു, മകളുടെ കമ്പനിയിലേക്കും മകളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കും പണം വരുന്നു. ആ കമ്പനിക്ക് ഗവൺമെന്റിന്റെ ചില നയപരമായിട്ടുള്ള ഇടപെടലുകളുടെ ഭാഗമായിട്ട് ചില സഹായങ്ങൾ ലഭിക്കുന്നു. അപ്പൊ ഇത് ക്ലിയർ ആയിട്ടുള്ള ഒരു ക്വിഡ് പ്രോക്കോ ആണ് എന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യമാവേണ്ടതാണ്. പിണറായി വിജയൻ ഇക്കാര്യത്തിൽ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതൊക്കെ കൂടുതൽ അന്വേഷണങ്ങളിൽ നിന്ന് ബോധ്യമാവേണ്ട കാര്യമാണ്. പക്ഷെ ഒരു വിഷയം ഉയർന്നു വരുമ്പോൾ പ്രഥമ ദൃഷ്ട്യാ അതിൽ കഴമ്പുണ്ട് എന്ന് കാണുമ്പോൾ ചില ബന്ധങ്ങളുണ്ട് എന്നുള്ള സാമാന്യമായിട്ടുള്ള ഊഹം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു അന്വേഷണം നടക്കണം. മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടത് വിജിലൻസ് കോടതിക്ക് മുമ്പാകെ ഇതിൽ അന്വേഷണം നടത്താനുള്ള ഒരു നിർദ്ദേശം ഉണ്ടാവണമെന്ന് മാത്രമാണ്. അല്ലാതെ പിണറായി വിജയനെ കുറ്റക്കാരനാക്കാനുള്ള തെളിവ് ഉണ്ടോ ആ ഘട്ടത്തിൽ എന്നുള്ളതല്ല പ്രസക്തമായിട്ടുള്ള ചോദ്യം. പക്ഷെ പ്രഥമ ദൃഷ്ട്യാ ഒരു ചെറിയ സംശയം ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷണം നടക്കട്ടെ എന്നുള്ള തീരുമാനമായിരുന്നു യഥാർത്ഥത്തിൽ വിജിലൻസ്. പക്ഷേ ഇവിടെ മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ PV എന്ന പിണറായി വിജയൻ മാത്രമാണ്, അല്ലെങ്കിൽ CMRലുമായിട്ടുള്ള ഇടപാട് നടത്തിയിട്ടുള്ള വീണ വിജയൻ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അതിനകത്ത് രമേശ് ചെന്നിത്തലയുണ്ട്, അല്ലെങ്കിൽ RC ഉണ്ട്, OC ഉണ്ട്, PK ഉണ്ട്, IK ഉണ്ട്. ആ പേരുകളില്ലാതെ നമുക്ക് ഒരു കൂട്ടം ആളുകളുടെ മേലുണ്ടായിട്ടുള്ള ആരോപണങ്ങളിൽ ചിലരെ മാത്രം ഒറ്റതിരിഞ്ഞ് ഒരു ഹർജിയായി, കേസായി, അന്വേഷണമാക്കി പരിണമിക്കാൻ സാധിക്കുമോ? ഇല്ല, ശ്രീനികേഷ് എത്രയോ കാലമായിട്ട് മാധ്യമ പ്രവർത്തന രംഗത്ത് നിലനിൽക്കുന്ന ആളല്ലേ. കഴിഞ്ഞ 8 വർഷമായി പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഈ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത്. ആ സമയത്ത് നിങ്ങൾ പറഞ്ഞ മറ്റേ പേരുകൾ ആരും അധികാര സ്ഥാനങ്ങളിലുള്ള ആളുകളല്ല. ഈ പറഞ്ഞ കമ്പനിക്ക് ഏതെങ്കിലും വഴിവിട്ട സഹായം ചെയ്തു കൊടുക്കാൻ കഴിയുന്ന അധികാര പ്രാപ്തിയുള്ള ആളുകളല്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന അധികാരസ്ഥാനീയനായിട്ടുള്ള മുഖ്യമന്ത്രി ആയിട്ടുള്ള ആൾക്കെതിരെ ഒരു ആരോപണം ഉയർന്നു വരുന്നതും അക്കൂട്ടത്തിൽ മറ്റേതെങ്കിലും പേരുകൾ ഉയർന്നു വരുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ജനപ്രതിനിധികളാണെങ്കിൽ ആ നിലയ്ക്കുള്ള അന്വേഷണം ആവാമല്ലോ. ജനപ്രതിനിധികൾക്കെതിരായിട്ടുള്ള അന്വേഷണമാണല്ലോ വിജിലൻസ് നടത്താറുള്ളത്. അതെ, അത് പറയുന്നത് ജനപ്രതിനിധികൾ എന്ന് പറയുമ്പോൾ ഒരു MLA ആയിരിക്കുന്ന ആള്, അല്ലെങ്കിൽ മുൻ MLA ആയിരിക്കുന്ന ആള്, അതല്ലെങ്കിൽ ആ തലത്തിൽ പ്രവർത്തിക്കുന്ന ആള്, അതും മുഖ്യമന്ത്രി, മന്ത്രി, അതുപോലെയുള്ള അധികാരസ്ഥാനീയരും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞങ്ങൾ അത്തരത്തിൽ ഒരു അന്വേഷണത്തിന് എതിരല്ല കേട്ടോ, കൂട്ടത്തിൽ അതും പറയാം. അങ്ങനെയുള്ള ഏതെങ്കിലും അന്വേഷണം ഗവൺമെന്റ് എല്ലാ ഈ പറഞ്ഞ ആരോപണ വിധേയർക്കെതിരെ മുഴുവനായിട്ട് അന്വേഷണം നടത്താൻ ഗവൺമെന്റ് തീരുമാനിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിൽ യാതൊരു വിരോധമില്ല. പക്ഷെ ആദ്യം അന്വേഷണം നടത്തേണ്ടത് ഈ പറയുന്ന അധികാര ദുർവിനിയോഗത്തിന് സാധ്യതയുള്ള ആൾക്കാണ്. ഏതായാലും രമേശ് ചെന്നിത്തലയോ ഉമ്മൻചാണ്ടിയോ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ഇത്തരത്തിലുള്ള ഒരു ട്രാൻസാക്ഷൻ നടന്നതായിട്ട് ആ രേഖകളിൽ വരുന്നില്ലല്ലോ. അവർ ഏതെങ്കിലും തരത്തിൽ ആ ഘട്ടത്തിൽ വഴിവിട്ട് ഇവർക്ക് സഹായം ചെയ്തു കൊടുത്തായിട്ടുള്ള ആക്ഷേപമില്ലല്ലോ. ഉണ്ടല്ലോ. AK ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് CMRLന് കരാർ നൽകിയത്. അതെ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അത് റദ്ദാക്കുകയല്ലേ ചെയ്തത്. പിന്നീട് ഞാൻ അതിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല, ഞാൻ അതിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നുമില്ല. നിങ്ങൾ അന്വേഷണമെങ്കിൽ അന്വേഷിച്ചോ, യാതൊരു വിരോധമില്ല. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ മൈനിങ് പോളിസി വരുന്നു. അത് ലംഘിക്കുന്നത് പിണറായി വിജയന്റെ കാലത്താണ്. പിണറായി വിജയനാണ് ഫയൽ വിളിച്ചു വരുത്തുന്നത്. AK ആന്റണിയുടെ കാലമൊക്കെ എത്രയോ പഴക്കമുള്ള കാലമല്ലേ. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടില്ലേ. അതിനുശേഷം ഇവരുടെ മൈനിങ് ലൈസൻസ് റദ്ദാക്കിയതല്ലേ. അത് വീണ്ടും പുനരാരംഭിക്കുന്നതും ഇവർക്ക് ഇപ്പോഴും നിയമവിരുദ്ധമായിട്ട് എന്ന നിലയിൽ തന്നെ അവർക്ക് നിർബാധം അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതും ഇപ്പൊ ഭരിക്കുന്ന ആളുകളുടെ സഹായത്തിലല്ലേ. ഇവർ ഇന്നും നിലയും അധികാരത്തിൽ വന്നവരല്ലോ. 6 മാസം മുമ്പല്ലല്ലോ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത്. കഴിഞ്ഞ 8 വർഷമായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയല്ലേ. അപ്പൊ ഈ കാലത്താണ് പ്രാഥമികമായിട്ടുള്ള ഈ ക്രമക്കേട് പുറത്തു വരുന്നത്. വി.ടി. ബൽറാം ഇതിനെ നോട്ടീസ് നൽകിയതിനെ സ്വാഗതം ചെയ്യുന്നു. ശരിയായ നടപടി എന്നാണോ കാണേണ്ടത്? എന്നോട് തന്നെയാണോ? അതെ, വി.ടി. ബൽറാം ശരിയായ നടപടി. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞത്, വിജിലൻസ് കോടതിയുടെ വിധി ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിധിയല്ല. ഇതുപോലെയാണ് ഇന്ത്യയിലെ പല കോടതികളും പല ഘട്ടങ്ങളിലും വിധിക്കുന്നത് എന്നുള്ളതാണ് ആശ്ചര്യകരമായിട്ടുള്ള. വ്യക്തമാണ്. വളരെ നന്ദി വി.ടി. ബൽറാം, മുൻ MLA ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.